ഹായ് എവരി വൺ. കർമ്മ കർമ്മ എന്ന് പറയുന്ന സാധനം അത് എന്നായാലും ഒരു ദിവസം നമ്മളെ തേടിയെത്തും. ഇന്ന് ഖാദർ കരിപ്പോടി അനുഭവിക്കുന്നത് കർമ്മ മാത്രമാണ്. ഖാദർ കരിപ്പോടി 6 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ ചോദ്യമാണ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. അതായത് ഷഫ മഹ്നു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഖാദർ കരിപ്പോടിയോട് 2-3 ചോദ്യം എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഓക്കെ, ഞാനും ഷഫയും എന്താണ് സംസാരിച്ചത് എല്ലാം സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും ആരുടെ ഭാഗമാണ് ശരിയെന്ന്. ഖാദർ കരിപ്പോടി 6 മാസം മുമ്പ് മെഹ്നാസിനെ കുറിച്ച് പറഞ്ഞ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഷഫ നമ്മളോട് പറയുന്നുണ്ട്, അതും ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുള്ള മറുപടി എന്തായാലും ഖാദർ കരിപ്പോടി എനിക്ക് തരണം. എനിക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പ്രേക്ഷകരായ നമുക്ക് തരണമെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. ആദ്യം ഖാദർ കരിപ്പോടി പറയുന്ന കാര്യം വെക്കാം, അതിനുശേഷം ഷഫ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, ഒരിക്കലെങ്കിലും ഒരു മിഠായി പൊതിയെങ്കിലും ആ വീടിൻ്റെ അഡ്രസ്സിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, നിനക്ക് കോടതി കുട്ടിയെ തന്നില്ല, അതവിടെ കിടക്കട്ടെ, നിൻ്റേതല്ലാതാവുന്നില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മകനും ബാപ്പയും ഒരിക്കലും വേർപിരിയില്ല, ഭാര്യയുമായി വേർപിരിയുമായിരിക്കും. ഉമ്മയും മകനും വേർപിരിയില്ല, ഉപ്പയും മകളും വേർപിരിയില്ല, സുഹൃത്തുക്കൾ വേർപിരിയുമായിരിക്കും. പക്ഷെ നിൻ്റേതല്ലാതാവുന്നില്ല. പക്ഷെ നീ ഒരു ചോക്ലേറ്റ് എങ്കിലും, ഒരു മിഠായി പൊതിയെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? നീയാണ് വിഷമത്തിനെ കുറിച്ച് പറയുന്നത്. അഡ്രസ്സ് അറിയാത്തതൊന്നല്ലല്ലോ അവരുടെ വീടിൻ്റെ, അയച്ചു കൊടുക്കാമല്ലോ. നോക്കൂ, ഇതൊരു വലിയൊരു വീഡിയോ ക്ലിപ്പാണ്. ഈ വീഡിയോ ക്ലിപ്പിൽ ഖാദർ കരിപ്പോടി പറയുന്നുണ്ട് എന്തുകൊണ്ട് അസാനുനെ കാണാൻ മെഹ്നാസ് പോകുന്നില്ല, പിന്നീട് എന്തുകൊണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണമെങ്കിലും അയച്ചു കൊടുക്കുന്നില്ല എന്നാണ് ഖാദർ കരിപ്പോടി നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഷഫയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഷഫ നിങ്ങളൊരു ചോക്ലേറ്റിൻ്റെ കഷ്ണം പോലും അയച്ചു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഷഫ മെഹ്നാസ് അസാനുനെ കാണാൻ പോകാത്തത്? അതിന് ഷഫ പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, ഇപ്പം എനിക്ക് അവളോട് ദേഷ്യമുള്ളതിന് കാരണങ്ങളുണ്ട്. പക്ഷെ ആ കൊച്ചിനെ വെറുക്കേണ്ട എനിക്ക് കാര്യമില്ല. അവനിപ്പോൾ അവളുടെ മോനാണെങ്കിൽ പോലും എൻ്റെ മേനുവിൻ്റെ മോനാത്. അപ്പോൾ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല. അവനൊരു കുഞ്ഞാ. അവൻ ചെറുതിൽ തൊട്ട് എന്തറിഞ്ഞാട്ടാ, ചെറുതിൽ ഉമ്മ പോയി, പാപ്പയും കൂടി നഷ്ടപ്പെടരുതെന്ന് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്, കൊച്ചിനെ ഞാൻ കാണാൻ വന്നോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞത്. കൊച്ചിനെ നമുക്ക് വേണമെന്നുണ്ട്. പക്ഷേ അന്ന് മേനു കാണാൻ പോയിട്ടുണ്ട്. നിങ്ങൾ പറയല്ലേ മേനു കാണാൻ പോയിട്ടില്ല, ഒന്നും അയച്ചു കൊടുക്കണില്ല എന്നൊക്കെ. മേനു ഒരു ദിവസം കാണാൻ പോയിട്ടുണ്ട്. കാണാൻ പോയിട്ട് അവരെന്ത് ചെയ്ത്, കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകണം അങ്ങനത്തെ രീതിയിൽ കൊണ്ട് കേസൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി വന്നു കഴിഞ്ഞാൽ പോലീസ് ഒരു ലീഗലി അവർ ഇത് വെച്ച് ഇനി മേനു വന്നെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് മേനു കൊച്ചിനെ കാണാൻ പറ്റാത്ത. പിന്നെ ഖബറിൻ്റെ അടുത്ത് പോയാലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഖബറിൻ്റെ അടുത്തിന് വരരുതെന്ന് പറഞ്ഞു. ഖബറിൻ്റെ അവിടെ കണ്ടാലും കേസ്, എല്ലാത്തിനും കേസ് അവരിങ്ങനെ ചെയ്ത് വെച്ചേക്കണേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, ഇവിടെ പറയുകയാണ് ഷഫ, അതായത് അസാനുനെ കാണാൻ പോകരുത് എന്ന് കേസിലുണ്ട്. അതായത് അസാനുനെ കാണാൻ പോയി കഴിഞ്ഞാൽ കേസാകും. പിന്നെ എന്തിനാണ് ഖാദർ ഭായ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് അസാനുനെ ഒരു നോക്ക് കാണാൻ എന്തുകൊണ്ട് മെഹ്നാസ് വരുന്നില്ല, എന്തുകൊണ്ട് മെഹ്നാസ് ചോക്ലേറ്റിൻ്റെ കഷ്ണം അയച്ചു കൊടുക്കുന്നില്ല? ഓക്കെ, ചോക്ലേറ്റിൻ്റെ കഷ്ണം എന്തുകൊണ്ട് അയച്ചു കൊടുക്കുന്നില്ല എന്ന് ഷഫ അടുത്ത വോയിസിൽ പറയുന്നുണ്ട്, ഞാൻ വെക്കാം. അതായത് എനിക്ക് ഖാദർ കരിപ്പോടിയോട് ചോദിക്കാനുള്ളത്, ഖാദർ ഭായ് നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അസാനുനെ കാണാൻ മെഹ്നാസ് പോകുന്നില്ല എന്ന്. നിങ്ങൾക്കറിയും കേസുണ്ട്, നിങ്ങളല്ലേ ഈ കേസിനെ നടത്തുന്ന ഒരു മെയിനായിട്ടുള്ള ആൾ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വെറുതെ പറയണോ ഖാദർ കരിപ്പോടി? പിന്നെ എന്തുകൊണ്ട് ചോക്ലേറ്റിൻ്റെ കഷ്ണം അയച്ചു കൊടുക്കുന്നില്ല, അതും കൂടി ഷഫ പറയുന്നുണ്ട്. അതും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, പിന്നെ സാധനങ്ങൾ അയച്ചു കൊടുക്കാത്തതെന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്താൽ, ഞാൻ പറയണ്ടേ, ഞാൻ കാണാൻ പോകുമ്പോൾ ഞാൻ മിഠായി ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മേനും കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആ മിഠായി ഇതൊക്കെ അയച്ചു കൊടുത്തെങ്കിൽ പിള്ളേർക്ക് ഇപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ, ഇപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് ചുമ ഛർദ്ദിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിഠായിൽ കലർത്തി കൊടുത്തെന്ന് വരെ പറയും. അത്രക്കും പറയും. അതുകൊണ്ട് പേടിയായിട്ടാണ് കൊടുക്കാത്തത്. സത്യം പറയാം, പേടിയായിട്ടാണ് കൊടുക്കാത്തത്. ഇപ്പം ഞാനിപ്പോൾ ഇത് ഓപ്പണായിട്ട് പറഞ്ഞത് കൊണ്ട് നിങ്ങളിതിനി വീഡിയോ ചെയ്തിടോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്താലും കുഴപ്പമില്ല. ഇത് യാഥാർത്ഥ്യം, ഞങ്ങളുടെ പേടിയെ നമ്മൾ പറയുന്നതാണ്.
യാണ്. നോക്കൂ, ഞാൻ ഷഫയെ പൊക്കി പറയുന്നതല്ല. ഞാൻ 2 കോണ്ടന്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് മെഹനാസിൻ്റെയും അസാനുവിനും തമ്മിലുള്ള വിഷയം. ആ വിഷയം കണ്ടിട്ടാണ് ഷഫ എനിക്ക് മെസ്സേജ് അയച്ച് സത്യാവസ്ഥ പറയുന്നത്. ഇവിടെ നോക്കൂ, ഷഫ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ അവിടെ അസാനിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാതിരിക്കട്ടെ, അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ മൊത്തത്തിൽ മെഹനാസിൻ്റെ തലയിലാവും. ഓക്കെ, അതിനുശേഷം ഷഫ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം റിഫ മരിക്കാൻ കാരണം ഷഫ. അതായത് ഷഫയുമായി റിലേഷൻ ഉണ്ടായത് കൊണ്ടാണ് റിഫ മരിച്ചതെന്ന് ചില കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനുള്ള മറുപടി ഷഫ തന്നെ തരുന്നുണ്ട്. നീയും മെഹനാസും തമ്മിൽ അടുക്കാൻ എന്തിനാ കാരണം? ഞാൻ ആകെ ഷോക്കായി പോയിനോ നിങ്ങളെ റീൽസ് കണ്ടിട്ട്. അങ്ങനല്ല, മെഹനാസിന് ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്രക്കും പ്രശ്നങ്ങൾ പെൻഡിങ് ആകുമ്പോൾ മെഹനാസിന് തന്നെ നീ മാരേജ് കഴിച്ചത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. നീയും മെഹനും തമ്മിൽ മുമ്പേ റിലേഷൻ ഉണ്ടാ ഞാൻ ചോദിച്ചു. മേനു എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, സ്വയമായിട്ട് കുറേ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ പുള്ളി അതൊന്നും മൈൻഡാക്കൂല. പാർട്ട്ണറിന് എന്താണോ ഇഷ്ടം അതിൻ്റെ പുറകെ നടക്കും. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് റിഫാക്ക് ദുബായിൽ പോകണം എന്ന് പറഞ്ഞു. അവൾക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് മേനു പോയത്. അവൾക്ക് ആൽബത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച്. അങ്ങനെ പാർട്ട്ണർ എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതലൊന്നും ചെയ്തു കൊടുക്കരുത്. നമ്മളെന്തായാലും ഫെയിലാവും ലൈഫിൽ. കറക്റ്റാണ്. ഞാൻ മേനോടത്ത് ഇപ്പോഴും പറയണത് എന്താണെന്നറിയോ, മേനോന് എന്തൊക്കെയുണ്ട് ഇഷ്ടം അതെല്ലാം ചെയ്യ്. അല്ലാതെ ഇപ്പം എൻ്റെ ഇഷ്ടം മാത്രം നോക്കല്ല. മേനോന് ഇഷ്ടമുള്ളത് അത് ചെയ്യുക, മേനോന് ഇഷ്ടമുള്ളത് തിന്നുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഷോപ്പിൽ പോയാൽ നമുക്ക് എന്താണ് ഇഷ്ടം അതാ വാങ്ങിച്ചു തരല്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പാവമാണ്. അടുത്തറിയണവർക്ക് നല്ലോണം അറിയാം. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് മേനു. എൻ്റെ പൊന്നു ഷഫ, നീ എങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതായത് അത്രയും വലിയ കേസാണ് റിഫ കേസ് എന്ന് പറയുമ്പോൾ. മുമ്പ് റിലേഷൻ ഇല്ലാത്ത ആർക്കും മെഹനാസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം മെഹനാസിന് ക്വാളിറ്റി ഇല്ലാതല്ല, അത്ര വലിയ കേസിലല്ലേ മെഹനാസ് ഉള്ളത്. ഇപ്പോൾ റിഫ ആത്മഹത്യ ചെയ്തതിൽ തന്നെ മെഹനാസിന് പ്രേരണ കുറ്റെന്ന ഒരു സൈഡിലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിന്നോട് പറയട്ടാ. ഇപ്പോൾ റിഫ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വൈകുന്നേരം ബുർജ് ഖലീഫൊക്കെ പോയിട്ട് അവിടെ വീഡിയോ ഇട്ട ഒരാളാണ് റിഫ. വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്ത റിഫ രാത്രിയാകുമ്പോൾ തൂങ്ങി മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു പ്രശ്നമുള്ള മെഹനാസിനെ മാരേജ് കഴിയുന്നതിൽ എന്തോ ഒരു സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ മുമ്പ് നിനക്ക് ലവ് ഉണ്ടാകുക, അതൊക്കെ സാധാരണ പ്രേക്ഷകരെ ചോദ്യമാണ്. ഓക്കെ, ഇതിനുള്ള ഉത്തരം കൂടി ഷഫ പറയുന്നു, കേട്ടു നോക്കാം. എന്നാൽ ബുർജ് ഖലീഫ പോയി വന്നതിന് ശേഷമാണോ മരിക്കണേ? എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു ദിവസം രാത്രി അവളുടെ വർക്ക് ചെയ്യണ സ്ഥലത്ത് അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് 2 മണിക്കാട്ടെ കയറി വന്നത്. അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് എനിക്കറിയാമായിരുന്നു. അങ്ങനെ കയറി വന്നതിന് ശേഷം മേനു ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ കഴിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മേനു ഫുഡ് കഴിക്കാൻ പോയി വന്നതിന് ശേഷം റൂമിലെത്തിയപ്പോഴാണ് ഇവളീ സൂസൈഡ് ചെയ്ത് കാണുന്നത് മേനു. അപ്പോൾ അവിടെ എന്ത് ബന്ധമുള്ളത്? അപ്പോൾ മേനു പോയില്ലേ. മേനു അവളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. വന്നപ്പോഴാണ് ഇത് കാണുന്നത്. മേനു റൂമിലുണ്ടെങ്കിലല്ലേ മേനുവിനെ സംശയിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു ടെൻഷൻ. മാരേജ് കഴിയണതിന് മുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പരിചയപ്പെട്ടതിനപ്പോൾ തൊട്ട് നമ്മൾ ചാറ്റുണ്ട്, നോർമൽ ചാറ്റ്, ഫ്രണ്ട്സ് പോലെ ചാറ്റുണ്ട്. അപ്പോഴേ പുള്ളി ആദ്യമൊന്നും ഇങ്ങനെ പുള്ളിയുടെ ലൈഫിനെ പറ്റിയൊന്നും അധികം പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ഞാൻ എന്താ സംഭവം നടന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറയും എനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്ന് പറയും. അതിന് ശേഷം നമ്മൾ കമ്പനി ആയത്. അപ്പോൾ അത്രയും പാവമായിരുന്നു പുള്ളിയെന്ന് എനിക്ക് ക്യാരക്ടറിലൂടെ മനസ്സിലായി, പുള്ളിയുടെ സംസാരത്തിലൂടെ മനസ്സിലായി. അങ്ങനെ ഒരു കൊല്ലത്തോളം പരിചയം ഉണ്ടായിരുന്നു, നോർമൽ ഫ്രണ്ട്സ് പോലെ. അപ്പോൾ ഏതായാലും റിഫ മരിക്കാൻ കാരണം ഷഫയാണ്. ഷഫക്കും മെഹനാസിനും മുമ്പ് ബന്ധങ്ങളുണ്ടായിരുന്നു. അത് കണ്ടാണ് റിഫ മരിച്ചതെന്ന് ചില കമൻറ്റ് പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ്. അതായത് റിഫ മരിച്ചതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഷഫ മുമ്പൊരു മാരേജ് ആയിരുന്നു. അത് ഡിവോഴ്സ് ആയതിന് ശേഷം മെഹനാസുമായി കമ്പനി ആയെന്നാണ് ഷഫ പറയുന്നത്. ഓക്കെ, ഞാനും ഷഫയും എന്തുകൊണ്ട് ഇത്തരത്തിൽ ചർച്ച ചെയ്തു? ഞാനൊരു തംബ്നെയിൽ ഇട്ട്, ഞാൻ ആ തംബ്നെയിൽ ഇവിടെ സൈഡിൽ വെച്ച് തരാം. മെഹനാസ് പറയുകയാണ് അസാനു എൻ്റെ മകനല്ല എന്ന് മെഹനാസ് പറയുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ട് അതിൽ എൻ്റെതായ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഷഫക്ക് ബോധ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്യുകയാണ് ഷഫ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
മെഹനാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഷഫ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. പിന്നെ അസാനുവിനെ വെച്ച് അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം കൊച്ചിനെ വേണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് റിപ്ലൈ, നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷേ അസാനുവിനെ വേണ്ടാന്ന് നമ്മ പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പോയി. നമ്മൾ കൊച്ചിനെ ഒരിക്കലും മാറ്റി നിർത്തണമെന്ന് വിചാരിക്കാത്ത വ്യക്തികളാണ് നമ്മൾ രണ്ടാളും. അതുകൊണ്ടാട്ടോ. മേനു എന്തെങ്കിലും സ്റ്റോറി ഇടണ്ടെങ്കിലോ പോസ്റ്റ് ഇടണ്ടെങ്കിലോ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് കറക്റ്റാണോ ഇത് കറക്റ്റാണോ എന്ന്. ആ ടൈമിൽ ഞാൻ ഉണ്ടായില്ല. മേനു എന്നാണ് കമൻസ് നോക്കിക്കൊണ്ടിരുന്ന സമയം. ആ സമയത്ത് ഫുൾ അസാന് കൂടിയില്ല, എന്താ അസാനോടെ വീഡിയോ ഇടാത്തത്, കൊച്ചിനെ കൂട്ടി വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിച്ചിട്ട്. ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ഇടാണ്ടിരിക്കുമോ, നമ്മൾ അവൻ്റെ വിശേഷം പുറത്ത് പറയൂലേ. അപ്പം അങ്ങനെ കുറേ കമൻസ് കണ്ട് മേനുവിന് ഒരു വിഷമവും എല്ലാം കൂടി കയറിയിട്ട് മേനു സ്റ്റോറി ഇട്ടതാണ് ആ കണ്ടത്, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. മേനു ഉദ്ദേശിച്ചത് അസാന് കൂടെ ഇല്ല എന്നാണ്. അതായത് ഞാൻ പരിപാടിക്ക് പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മേനോട് എടുത്ത് പറഞ്ഞു, എന്തുട്ടാ മേനു കാണിച്ചു വെച്ചേക്കണേ, എന്ത് ഇത് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ. അന്ന് ഞങ്ങൾ നിൽക്കണോടത്തിൻ്റെ അവിടെ ഫെസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഫെസ്റ്റിന് പോയപ്പോഴാണ് ആരോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ സ്റ്റോറി ഉണ്ടായല്ലോ എന്ന്. ഞാൻ മേനോട് കുറേ ചീത്ത പറഞ്ഞു, മേനു എന്തത് ഞാൻ പറഞ്ഞു തരൂലേ, ഇംഗ്ലീഷ് അറിയില്ലേ. അപ്പോൾ മേനു അപ്പം തന്നെ പിന്നെ ഡിലീറ്റ് ചെയ്ത്. മേനു ആണോ ബ്രദറാണോ ഡിലീറ്റ് ചെയ്തത്, മേനുവിൻ്റെ അക്കൗണ്ട് ഉണ്ടായി, ബ്രദറോ സിസ്റ്ററോ ആരോ കയറിയിട്ട് ഡിലീറ്റ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ. അതിന് കുറേ കേട്ടപ്പോൾ പിന്നെ എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇടാറ്. നോക്കൂ, ഷഫ പറയുന്നുണ്ട് മെഹനാസിന് നിരന്തരമായി മെസ്സേജ് വരുന്നുണ്ട്, അസാന് എവിടെ, അസാനിനെ വെച്ച് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല. അതായത് അസാനും ഞാനും നിലവിൽ അടുത്തില്ല എന്ന് മെഹനാസ് സ്റ്റോറി ഇടുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം എന്തൊക്കെയോ ആയി എന്നാണ് ഷഫ പറയുന്നത്. അതിലെനിക്കും ചെറിയൊരു ഇതുണ്ട്. ഒരു പക്ഷേ മെഹനാസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് കാരണം ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാതിട്ടതുമായിരിക്കാം. മനുഷ്യന്മാരല്ലേ, നമ്മൾ എല്ലാത്തിനും തള്ളിപ്പറയണോ? ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാരല്ലേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോൾ ഇല്ലേ, എൻ്റെ റീൽസും എന്നെ പുറത്തുനിന്ന് കാണുന്നവർ എൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ജാടാന്ന് പറയും. അതെൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ, ഞാൻ അങ്ങനെ ടോക്ക് ആക്കൽ. അപ്പോൾ കുറേ പേര് എന്നെ അടുത്ത് സംസാരിച്ച് എന്നെ പരിചയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും വീഡിയോസിലും സംസാരം കേൾക്കണ പോലെ അല്ല കേട്ടോ, ജാടയൊന്നുമില്ല, നല്ല കമ്പനിയാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്നെ അടുത്തറിയണവർക്ക് എന്നെ അറിയുള്ളൂ. ഇത് ഷഫ പറയാനുള്ള കാരണം ഞാൻ ഷഫയോട് ചോദിക്കുകയാണ്, ഷഫ നിന്നെ റീലിലൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ വെറുപ്പാണ് തോന്നിയത്, അതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് നെഗറ്റീവായി ഞാൻ വീഡിയോ ഇട്ടത്. അതായത് ഞാൻ 2 വീഡിയോയിൽ ഷഫക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷഫ പറയുന്നത് ഞാൻ റീലിൽ അങ്ങനെ ആയിപ്പോയി, റിയൽ ക്യാരക്ടർ എൻ്റെത് അങ്ങനെയെല്ലാം ഷഫ പറയുന്നുണ്ട്. ഷഫയുടെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പാവം ചെറിയൊരു കുട്ടിയാണ്, എന്തിനു വെറുതെ. അപ്പോൾ അവരുടെ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഖാദർ കരിപ്പൊടി വെറുതെയാണ് കുറച്ച് തള്ളലൊക്കെ തള്ളുന്നത്, അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ റിഫാനോട് ദേഷ്യമുണ്ടാകാൻ കുറേ കാരണങ്ങളുണ്ട്. അതിപ്പോൾ എനിക്കിപ്പോൾ ആരും ബോധിപ്പിക്കണ്ട, മരിച്ചൊരാളാണ്. പക്ഷെ എനിക്ക് കമൻറ്റ്സ് കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ പല ടൈപ്പിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇഗ്നോർ ചെയ്ത് വിടണമെന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും. അവൾ കാരണം കൊണ്ട് മേനു ഒരു കൊലപാതകയായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാൾക്കും ചിന്തിക്കാനുള്ളതുള്ളൂ. ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം അത്രയും ബോധമുള്ളവർക്ക് ചിന്തിക്കാം. അത്രയും ആ ഒരു സ്ഥലത്തിൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത ഒരാൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല. അവിടെ എല്ലാം റൂമും എല്ലാം പോലീസൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് മേനുവിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് മേനുവിനെ കയറ്റി വിടൂല, അത് ഉറപ്പാണ്. ഈ പറഞ്ഞതും ശരിയാണ്. പക്ഷേ മെഹനാസ് വലിയൊരു പുണ്യാളനെന്ന് ഞാൻ പറയുന്നില്ല. മെഹനാസ് റിഫയെ അടിക്കുന്ന വീഡിയോകളും വോയിസ് ക്ലിപ്പും ഒക്കെ ഞങ്ങളൊക്കെ കേട്ടതാണ്. അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിനി, അതൊക്കെ ഞാനിവിടെ സംസാരിക്കുന്നത് ഷഫയുടെ ഭാഗം മാത്രമാണ്. ഷഫയെ ഒരു പെങ്ങളെപ്പോലെ കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മെഹനാസിൻ്റെ കാര്യം ഞാനിവിടെ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം അവർ തമ്മിൽ, റിഫയും മെഹനാസും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് അവർക്കേ റിയലായി അറിയും, നമുക്ക് ആർക്കും അറിയില്ല. കുറേ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ്. പക്ഷേ ഷഫയെ നമ്മൾ ഇതിലേക്ക് ഇടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ഷഫയെ കുറച്ച് നെഗറ്റീവ് ആക്കുന്നത് കുറക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മോളെ ഷഫ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇപ്പോൾ ഇതേ വോയിസിൽ നീ പറഞ്ഞ് റിഫയോട് എനിക്ക് ദേഷ്യം ഉണ്ട്. നോക്ക്, റിഫ കാരണമാണോ ഇതൊക്കെ ആയത്? റിഫ മരിച്ചത് കൊണ്ടല്ലേ നീയും മെഹനും ഒക്കെ ഇപ്പോൾ രണ്ടാമത് റിലേഷനായി ജീവിക്കുന്നത്. അപ്പോൾ റിഫ അവിടെ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നീയും മെഹനാസും ജീവിക്കുമ്പോൾ ഒരു പ്രശ്നത്തിലുള്ള കുടുംബം, റിഫയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, സ്വന്തം മോള് ആത്മഹത്യ ചെയ്താൽ അത് ഏതൊരു കുടുംബത്തിനും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അവരുടെ കുടുംബത്തിലുള്ളത്.
ആ ഒരു കുടുംബം എപ്പോഴും നിന്നെ വിമർശിക്കും, അത് ഉറപ്പാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, റിഫ എന്ത് ചെയ്തിട്ടാണ് റിഫയുടെ വെറുപ്പ്? അങ്ങനെയൊക്കെ ഷഫ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോൺവെർസേഷനായി. ഇപ്പോൾ എൻഡായിട്ട് നിങ്ങൾ വിചാരിക്കണം ഞാനിപ്പോൾ ഷഫയോട് ഫുൾ ടൈമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഷഫ എന്നെ ബോധ്യപ്പെടുത്തി, അതെനിക്ക് മനസ്സിലായി, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ്. ഖാദർ കരിപ്പോടിയോട് ഏറ്റവും അവസാനമായി ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ചോക്ലേറ്റിൻ്റെ കഷ്ണം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് മെഹനാസ് അദാനിനെ കാണാൻ പോകുന്നില്ല എന്നൊക്കെ. നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാണ് ഖാദർ ഭായി പറയുന്നത്? നിങ്ങൾ നല്ലോണം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അത് അത്തരത്തിൽ നിങ്ങൾ ഈ അടുത്തായിട്ട് ഇഷ്ടംപോലെ നെഗറ്റീവുകൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഖാദർ ഭായി ഒന്ന് ചിന്തിക്കണം, കർമ്മ അത് ഉറപ്പായിട്ടും വരും. കാരണം 6 മാസം, റിഫ മരിച്ച് 3 വർഷമായി. ഈ ഏറ്റവും അവസാനം ഖാദർ കരിപ്പോടി വീടിട്ടത് 6 മാസം തോന്നുന്നുണ്ട്. അപ്പോൾ 6 മാസത്തിന് ശേഷം ഇതിനെ ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് കർമ്മയാണ്. ഓക്കെ, ഞാൻ ഈ ചാനൽ തുടങ്ങി 4 മാസമേ ആയിട്ടുള്ളൂ, മനസ്സിലായോ? 4 മാസത്തിനുള്ളിൽ ഞാൻ ഈ ഒരു ചോദ്യം ഖാദർ ഭായിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ വരാനുണ്ട്. ഓരോന്നോരോന്നായി നിങ്ങളോട് ചോദിക്കും, അതിനെല്ലാത്തിനും നിങ്ങൾ ഉത്തരം പറയണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.